നാളത്തേക്ക് അതൊന്നും ഉണ്ടാവില്ല. കൊച്ചിനെ എനിക്ക് തോന്നുന്നു പെയിനെക്കാട്ടിലും ബേബിയാണ് ഏറ്റവും പ്രശ്നം. ബേബിയുടെ പ്രസൻസ് വേണ്ടി വരും നമ്മൾ ഇതെവിടെ പോവാ റെഡിയാവാ? നല്ല രസമാണല്ലോ, സൂപ്പർ ഡ്രസ്സാണല്ലോ. മാവനെ കാണിച്ച്. ഓ റിലീസിംഗ് ഡേറ്റ് ആയി ഗായ്സ്, റിലീസിംഗ് ഡേറ്റ് ആയി. അമ്മമ്മ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഹോസ്പിറ്റലിൽ പോവാൻ. ഇന്ന് അഡ്മിഷനാണ്. ഇന്ന് ഡേറ്റ് എത്രയാന്ന് പറഞ്ഞടി? 27 ഡിസംബർ 2024. ഇത് ആക്ച്വലി നീ നിനക്ക് വാവയ്ക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്ററി ആയിട്ട് നീ സംസാരിക്കേ. 10:27 കേട്ടോ. നമ്മളൊരു 2 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തണം. ബാക്കി കാണിക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഡാഡിയുടെയും കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പതുക്കെ ഇറങ്ങും. ആന്റി അപ്പേക്ക് എത്തും. നാടകം തുടങ്ങാൻ പോകുന്നു. നീ എന്തിനാണ് എക്സ്പ്രഷൻ ഇട്ട് നശിപ്പിച്ചത് വൃത്തിയായിട്ടോളെ? എനിക്ക് വയ്യ ഇത്ര കെയറിങ്. ദൈവമേ കണ്ടിട്ടുണ്ട. പിന്നെ ആന്റി നമുക്ക് ധൈര്യം തരാൻ വന്നിട്ടുണ്ട്. അന്നെങ്കിൽ അവൾക്ക് കുറച്ച് ധൈര്യത്തിന്റെ കുറവുണ്ട്. അപ്പൊ ബിനിയാന്റിയും നമ്മുടെ എല്ലാരും വന്ന് ഇങ്ങനെ ധൈര്യം കൊടുത്തോണ്ടിരിക്കുകയാണെന്നൊക്കെ. പിന്നെ അല്ല അപ്പൊ എന്താ 2 കട്ട്ലേറ്റ്, ചിക്കൻ, മാങ്ങാക്കറി, ചോറ്. ബീൻസ് കഴിക്കല്ലേ നീ? അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് പതുക്കെ മമ്മിയുടെ ഡാഡിയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പോവാ ഗായ്സ്. ഇത് അമ്മാമ്മയുടെ, ഇത് കൊച്ചിന്റെ, ഇത് അമ്മൂമ്മയുടെ. അപ്പൊ അപ്പന്റെ ഇവിടെ ബാഗ്. ഓ ഈ കുഞ്ഞിന്റെ ബാഗ് അല്ലേ? ലോജിക് ഇങ്ങനെയാ. നമ്മള് എവിടെയെങ്കിലും പോകുമ്പോ വണ്ടി പുറകോട്ട് എടുക്കാൻ പാടില്ല. വണ്ടി ഷുഡ് ഗോ ഫോർവേഡ്. ഓ മൈ ഗോഡ്. എടി നീ അത് കണ്ട കാറ് പാർക്ക് ചെയ്തേക്കണേന്റെ ആ ഒരു അതിന്റെ എന്താ അവൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായ? വാവൻ വേറെ ഷർട്ട് ഇട്, നല്ല ഷർട്ട് ഇട്. കൊച്ച് ഇംപ്രസ്ഡ് ആവേണ്ടതാ. ഇന്ന് അപ്പാപ്പന്റെ അമ്മമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എത്രാമത്തെ ഡാഡി? ഓ മൈ ഗോഡ്. ഞങ്ങളുടെ അമ്മാവൻ വന്നു, കൊച്ചിന്റെ അമ്മാവൻ. ചെക്കിങ് തന്നെ. എന്താണത്, ഹോട്ടലാ ചെക്കിനൊക്കെ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഗൈസ് അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാ. പലരും മിക്സഡ് ഇമോഷൻസാ. എന്തൊക്കെയാന്ന് എനിക്ക് മനസ്സിലാവില്ല. അവളിങ്ങനെ സ്തുതിയൊക്കെ തന്ന് ഇങ്ങനെ എന്തോ ഒരു വൈബടിച്ച്. അതെന്തായാലും എല്ലാരും പ്രാർത്ഥിക്കാം. അമ്മു അടുത്ത വരവ് അമ്മു അമ്മ. അത് നമ്മുടെ അലക്സ് പറഞ്ഞ പോലെ അന്നമ്മ എന്നാണല്ലോ എല്ലാവരും വിളിക്കണേ. ആ പേരിന് സ്നേഹം കൊണ്ടാണ് ഇത്ര നാള് വിളിച്ചേരുന്നുണ്ടെങ്കിലും ആ പേര് ശരിക്കും അർത്ഥവത്താവുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു മെസ്സേജ്.
അവള് കൂളായപ്പ ഇവള് കെട്ടിയവനും അമ്മായിയമ്മയും സ്ട്രെസ്സിലായി പോയിട്ടുണ്ട്. അവളിപ്പോ നല്ല ഒച്ചയായിട്ടിരിപ്പുണ്ട് കേട്ടോ. അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വാവേനെ കണ്ടാ മതി എന്നുള്ള മൂഡില് ഷീസ് വെരി കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി. അന്നേനെ കാണുമ്പോ അവിടുത്തെ സ്റ്റാഫ് പറയേ അവളെ വരവ് കണ്ട അവൾക്കൊക്കെ പുല്ലാണെന്ന് പറഞ്ഞോണ്ടാ വന്ന അവസാനമേ ആ ലുക്ക് കണ്ടാണല്ല. ഡോക്ടറോട് അവള് എന്തൊക്കെ ചോദിച്ചെന്നുള്ളത് ഡോക്ടറോട് അവളൊരു ദിവസം ചോദിച്ചു. അതല്ല, ഡോക്ടറിന് കൊറേ പേഷ്യൻസ് ഇല്ലേ, അവരൊക്കെ നോക്കിക്കൂടെ, എന്റെ ഡെലിവറി സമയത്ത് നോക്കിയാ പോലും ചോദിച്ചു. ഡിബി പറഞ്ഞോട് എന്നെ ഇപ്പൊ നോക്കണേ നിന്നെ ഫീൽ ചെയ്യണേക്കാ അമ്മ കണ്ട്. അമ്മൂന്റെ ഹോസ്പിറ്റലിലെത്തി ഗൈസ്. അവൻ ആദ്യം പേരകണ കണ്ടേ. ഇതാണ് നമ്മുടെ അമ്മൂന്റെ ഹോസ്പിറ്റൽ, അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ, കാർഗുത്തി. നല്ല റൂം കിട്ടിയാ മതിയായിരുന്നു. അല്ല എടീ, നീ വേഷം കെട്ടല്ലേ, പിടിക്കൊന്ന്. ഡാഡി എത്തി ഗൈസ്. ഡാഡിക്ക് ഭാവ എപ്പോഴാ അനങ്ങിയെന്ന് കേട്ടാ മതി. അമ്മു റൂമിലേക്ക് പോവാ. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതേ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ അഡ്മിറ്റ് ആവുന്ന സെയിം റൂമിൽ തന്നെയാണ് അവളുടെ ഡെലിവറി. എന്തായാലും മമ്മി പറയണ LDRP റൂം. കാരണം അതില് ഡിബിനും മമ്മിക്കും കയറാം, രണ്ടാൾക്ക് കയറാം. ഇപ്പൊ കയറാൻ പോകുന്നത് ഡിബിനും മമ്മിയാണ്. എന്താടി വേദന എടുക്കണ? നിന്നെ ഞാൻ നീ കഴിഞ്ഞിട്ടുണ്ടായ കേട്ടായിരുന്ന നീ ഇവിടെ കേട്ടായിരുന്നു. ഗൈസ്, അങ്ങനെ അമ്മു റൂമിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാണ് അമ്മുവിന്റെ അഡ്മിറ്റ് ചെയ്ത റൂമും ഡെലിവറി റൂമും. ഇത് ആക്ച്വലി വലിയൊരു റൂമാണ്. ഇവിടെ കുറെ സ്റ്റോറേജിന്റെ സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഇത് ആക്ച്വലി വാഷ്റൂമാണ്. ഹോട്ടലോ വാഷ്റൂമാണ്. അത് കഴിഞ്ഞ് ഇത് അമ്മൂര് ഗെറ്റ് ടുഗദറിന് വന്ന പോലെ, നമ്മൾ അന്നാ ട്രിപ്പിനൊക്കെ പോയ പോലെ. അത്രേ ഉള്ളു. അതെ, ചുറ്റും നോക്കുമ്പോ കസിൻസ്, മമ്മി, ഡിബിൻ. എടി ഇവിടെയാണോടി അവളുടെ ഡെലിവറി ബെഡ്. ആണോ? നീ പേടിക്കണ്ട, നീ എന്തിനാ പേടിക്കണേ? നീ എന്തിനാ ആദ്യമായിട്ട് നാണിക്കണ മന്ത്രി? അപ്പൊ അല്ല മമ്മി ഇങ്ങനെ നിന്നാ മതി, ചെസ്റ്റിന്റെ അവിടെ അവളുടെ. അയ്യോ, ഡാഡി എങ്ങനെയുണ്ട് സെറ്റപ്പ് ഒക്കെ? അതെ, ഒരു ഹോട്ടലിൽ വന്ന ഒരു ഇതില്ലേ, പ്രതിനിധി ഇല്ലേ? പ്രതിനിധി അല്ല, പ്രതീതി. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ അധികം നോക്കണില്ല അങ്ങോട്ടേക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് നമ്മുടെ NH. ഇവിടെ വാവേനെ കിടത്തും. അയ്യോ, എനിക്ക് കാണാൻ കോപ്പിയാവണം. അമ്മു നല്ല സ്റ്റൈല് ഡ്രസ്സൊക്കെ മാറിയിട്ട് ദേ ഈ യൂണിഫോം 2 പ്രാവശ്യം ഇട്ടിട്ട് മതിയായിരുന്നു. നല്ലുണ്ട്, മറ്റേ പിങ്കിനേക്കാളും നന്നായിട്ടുണ്ട്. അതെ, ഓവർലാപ്പ് സാധനം അടിപൊളി. ഇത് വാവയുടെ ഹാർട്ട് ബീറ്റ് കാണിക്കുന്നതാണ് കേട്ടോ. അതിന്റെ കയ്യിലൊരു സാധനം കൊടുത്തിട്ട് എന്താടി? തോക്ക. ഡാഡി വ്ളോഗിങ് തുടങ്ങി. ഡാഡി അതിന്റെ ഫോട്ടോ എടുക്കണം. കളിക്ക് ഡാഡിക്ക് സൂക്ഷിക്കാൻ. എന്താ മമ്മി ആ ബോള് വെച്ച് ചെയ്യാൻ പോളെ? ഈ ബോള് വെച്ച് അന്നനെ കളിപ്പിക്കുന്നത്. അന്നയ്ക്ക് വാവയാ പറയും, വാവേനെ കളിപ്പിക്കാൻ അറിയാം, എന്നാലും അന്നനെ കളിപ്പിച്ചോണ്ടിരിക്കാൻ പറഞ്ഞു. ഓ, പേപ്പറിലാണോ? ആണോ? എന്താ ചാനലിന്റെ പേര്? ഓ, സൂപ്പർ. കൊള്ളാം. മുടിയനും പിള്ളേരും. നൈസ് ചാനലിന്റെ പേര്. ആൾക്കും കിട്ടണം. അതെ, ഇതാണ് നിൽക്കുന്നത്. ഞങ്ങള് ഗേൾസ് ഇവിടെ ചില്ല് ചെയ്തോണ്ടിരിക്കണം ഗായ്സ്. അന്നൊക്കെ അവിടെ പ്രാണവേദന, നമുക്ക് ഇവിടെ വീടവായന. പേരൊക്കെ വെച്ചിട്ടാ അന്ന് പിന്നെ 27 years old. ജേക്കബ്
ഛേ എലിസബത്ത് ജേക്കബ് വെജ് ബർഗർ ഉണ്ടോ? ഒന്നും പേടിക്കാൻ ധൈര്യം സ്ട്രോങ് ആയിപ്പോ. ഇനി ബ്ലഡ് റിസൾട്ട്സ് വരാനുണ്ട്. ബ്ലഡ് റിസൾട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് PV നോക്കിയിട്ട് പോളിസി കേട്ടോ. യൂഷ്വലി അമ്മയാണ്. യൂഷ്വലി നമ്മള് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ഫോളീസ് ഇടുന്നേ. ഫോളീസ് എന്ന് പറയുന്ന ഒരു ട്യൂബ് പോലത്തെയാ. അത് സെർവിക്സ് ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടി ഇടുന്നതാ, ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടിയിട്ട്. യൂഷ്വലി നമ്മൾ ഈവനിങ്ങിൽ ഇട്ടാൽ നൈറ്റിന്റെ ഉള്ളിൽ അത് എക്സ്പെൽ ആവും. അപ്പത്തേക്ക് നമുക്കൊരു 2 ഫിംഗർ ഡയലറ്റേഷൻ ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ടാബ്ലറ്റ് തരും. ഏകദേശം ഒരു 4 AM ഒക്കെ ആകുമ്പോഴായിരിക്കും ടാബ്ലറ്റ് തരുന്നത്. 8 മണിയാകുമ്പോൾ ഡ്രിപ്പ് ഇടും. ഇതാണ് നമ്മുടെ നോർമൽ. കൊച്ചിന് എനിക്ക് തോന്നുന്നു പെയിനെക്കാട്ടിലും PV ആണ് ഏറ്റവും പ്രശ്നം. വേബിളിന്റെ പ്രസൻസ് വേണ്ടി വരും നമ്മൾ പോളിസി. വേബിളിനെ കേട്ടാ നിർത്തിക്കൊണ്ട് വേണം പോളിസി. വെറുതെ ഇരുത്തേം വേണ്ട. ഇനി ഇത് നാളെ തീരുന്നവരെ ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, നാളെ ഡ്രിപ്പ് ഇടുന്നവരെ എന്തായാലും ബോളൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ട് ഫുൾ ടൈം എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ. പക്ഷെ അതിനൊന്നും കാണിക്കുന്നില്ല. PVക്കാണ് കൂടുതലും മൈൻഡ് ബ്ലോക്ക് ആണ്. ഇന്ന് റെഡിയായി കിടക്കണം കേട്ടോ. വേബിൾ ഉണ്ടാക്കാം. താങ്ക് യു ഡോക്ടർ. എടി ആ ഡോക്ടർ എന്താ അടിപൊളി ഡോക്ടർ അടി. നൈസ് ഡോക്ടർ. അല്ല ഡോക്ടറിന്റെ അടുത്ത് സംസാരിക്കുമ്പോ തന്നെ നിനക്കൊരു കംഫർട്ട് കിട്ടണില്ലേടി. ഇതേ ആന്റി ബോളായിട്ട് വന്നിട്ടുണ്ട്. അയ്യോ വീടെടുത്തിട്ടേ പൊന്നു മോളെ. ഇപ്പൊ ഡോക്ടർ വന്ന് പോയടാ. PV ചെയ്തില്ല. PV ഉണ്ടോടി? എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു വന്നേ? PV ഉണ്ടോ? ഉണ്ട്. ആ എലിസബത്ത് ഡോക്ടറാ. നാളത്തേക്ക് അതൊന്നും ഉണ്ടാവില്ല. മുത്തേ ഫസ്റ്റ് പ്രൊസീജിയർ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അച്ചോ എന്താ ശരി. അതെ എടി ഞാനും ആന്റിയും പുറത്ത് നിക്കുമ്പോഴേ സൈഡിൽ കൂടെ പോണവര് പറയണേ അന്നക്കിളി അന്നക്കിളി സൗണ്ട് കണ്ടിട്ട് അന്നക്കിളി അന്നക്കിളി. ദൈവമേ അത് അന്നക്കിളിയുടെ സൗണ്ട് കേട്ടിട്ട് തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി? കൊള്ളാം. മമ്മി ഇന്ന് മുങ്ങി നാളെ എന്ത് ചെയ്തേനെ? അല്ല ഞാൻ കുറച്ചേരം ഇവിടെ കസേരയിരുന്നു. എനിക്ക് നാളെ പേടില്ലത്. നാളെ എനിക്ക് കൊച്ചിനെ കാണണ്ടേ. ആ ഒരു ഇപ്പൊ ഇവക്ക് ഒന്നും കൂടി ധൈര്യമായില്ലേ. നാളെ ഇതിനും കൂടി ധൈര്യം. അതാ ഡോക്ടർ പറഞ്ഞേ. അതെ ലേബർ റൂം എടുക്കാൻ നന്നായി. വേവിളാവുന്നെങ്കിൽ ഒന്ന് AC പോലും ഓഫ് ചെയ്യാൻ പോരുന്നു നാളെ. പോലെ ഡിബി പോലും വേണ്ട അവർക്കപ്പ നീ മതി. ആര് വേബിളിനോടാ? പട്ടയപ്പ എടി എനിക്കൊരു ഡൗട്ട്. ഈ ഡാഡി എന്തിനാ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയാ ബോൾ വെച്ചാണ്? സ്ഥലം ഇല്ലല്ലോ ശരിക്കും അല്ലേ? പറഞ്ഞ തുറയേക്കും. അതാ ഞാൻ അവിടെ പോയി പറയാത്ത.
എന്റെ മോളെ നീ എപ്പഴാ വരാ? അതുകൊണ്ടല്ല അതൊന്ന് കാണാൻ താഴെ മൂവ്മെന്റ് ചെയ്ത് നോക്കി ചെറിയ മൂവ്മെന്റ് എന്റെ മോളെ നല്ല സീനായിരുന്നു, വൻ സീനായിരുന്നു. വരണ്ടേ, അതൊക്കെ ചോദിക്കാനുണ്ടാ? നല്ല ബഹളായിരുന്നു. വാട്ട് ഈസ് ബഹളം? ഞാനാ വഴി ഓടി. അങ്ങനെ ഒരു ടോക്ക് നിന്റെ അടുത്തത് അന്നെ കൂടി സ്കോട്ട് ചെയ്യണം. അതിന്റെ ഇങ്ങനെ കൈ വെച്ചാൽ നാളെ ഞാൻ അവളുടെ അടുത്ത് വെറുതെ പറഞ്ഞേ 2 മണിയായിട്ടും ഡെലിവറി ആണെങ്കിൽ നീ പോയിക്കോ, കല്യാണമൊക്കെ കൂടിയിട്ട് വാ. ഇത് കഴിഞ്ഞ നീ കല്യാണം കൂടിയില്ലേലും കുഴപ്പമില്ല. അകത്തി വെച്ചോ മുട്ട് പുറത്തേക്ക് ആരാ നന്നായിട്ട് ചെയ്യണെന്നൊക്കെ എനിക്കിതിൽ സമ്മാനം വേണം. എന്താ ഈ റൂം കിട്ടിയപ്പോ എന്ത് രസമായിരുന്നു. ഇതിപ്പോ എന്തോരം കച്ചറക്കി വെച്ചാണ് നമ്മള്. എന്താണ് അതെനിക്ക് പൊന്നാണ് ഞാൻ. അത് ടിവിയുടെ കണക്ഷനാ അല്ലേ? പിന്നെന്താ ഞാൻ മമ്മി കഞ്ഞിയും പയറും ബീൻസും ചമ്മന്തിയാ. ചിരിച്ചവിടെ കേക്കില്ല. കഴിച്ച കഴിഞ്ഞിട്ട് വിളിച്ചോളൂ കേട്ടോ. ഗ്രാഫിടാ ബാഗ് എന്റെ ബാഗ് എണീക്കണ കിടക്കണോ? ശരിയാലും പുറം വെച്ചിടില്ല. നോക്കിയപ്പോ എനിക്ക് കണ്ടിട്ടുണ്ട്. പേര് നടക്കുമ്പോ ഒരു ഇതുണ്ടാ പിന്നെ പോണേന് മൂവി ഇത് നേരെ ആക്കോ. ഞാൻ ട്രൈ ചെയ്ത് നോക്ക്. പതുക്കെ ഇവിടെ അടിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ മൂവ്മെന്റ്സ് ഇവർക്ക് കിട്ടണത് നോട്ട് ചെയ്യണത്. നീ ബലം പിടിക്കണ്ട, ഫ്രീ ആയിട്ട്. 1 7 one more. ഇതിലേറെ ഇരുന്നിട്ട് കഞ്ഞി ഒന്ന് ഇത്തിരി കുടിക്കാന്ന. ഗൈസ്, ഇതാണ് ഇന്ന് അഡ്മിറ്റ് ചെയ്ത ദിവസത്തെ കലാപരിപാടികള്. അതെ, ഡേ 1 കഴിഞ്ഞു, ഇനി ഡേ 2. എന്റെ പൊന്നെ കൊറേ കഷ്ടപ്പെട്ടു അല്ലേ ഇവിടെ. കുറച്ചധികം സീനായിരുന്നു അവള്. ഒന്നാമത് അവൾക്ക് പേടിയായത് കൊണ്ടാട്ടാ. പേടിയാണ് അവളുടെ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ബാക്കി നാളെ കാണാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, വേറൊന്നും പറയാനില്ല. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആടി ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ
ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്.